എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നമസ്കാരം. ഞാൻ ഒരുപാട് നാളുകളായിട്ട് വീഡിയോ ചെയ്യാറേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പേ ഒരുപാട് യാത്രകൾ ചെയ്തെങ്കിലും അന്നൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലായിരുന്നു. മടി കാരണമായിരിക്കാം തോന്നുന്നു. ഇപ്പം ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളൊക്കെ ഒന്ന് പോയി യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കാണുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടി എത്തിക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല അതിൻ്റെ ബഡ്ജറ്റിൽ വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, അല്ലാണ്ട് ഭയങ്കരമായിട്ടല്ല. കാരണം ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും പോകാൻ പറ്റിയാൽ അത് വലിയ കാര്യമല്ലേ. അപ്പോൾ വലിയ ബഡ്ജറ്റ് ഇല്ലാതെ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ യാത്ര ചെയ്യാമെന്നാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. കുറേ കാര്യങ്ങൾ ഞാൻ കാണാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്നിലൂടെ നിങ്ങൾക്കും കാണാം, എനിക്കും കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവാനുഗ്രഹം. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ നാട്ടിലുള്ള ശിവക്ഷേത്രത്തിൽ നമുക്ക് അനുവാദം ചോദിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഭഗവാനോട് അനുവാദം ചോദിച്ച് നിങ്ങളോടും പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ യാത്രയിൽ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഭഗവാന്റെ അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, എന്നാലേ യാത്ര മംഗളമാവും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇനി നമ്മൾ പോകുന്നത് നടുവത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു ക്ഷേത്രമാണ്, നടുവത്ത് മഹാവിഷ്ണു ക്ഷേത്രം. അങ്ങനെ മഹാവിഷ്ണുവിനോടും നമ്മൾ അനുവാദം ചോദിച്ചിട്ട് ഇറങ്ങുകയാണ് നമ്മുടെ യാത്രയ്ക്ക്. അപ്പോൾ അദ്ദേഹത്തിനോടൊന്നും കൂടെ ഒന്ന് അനുവാദം ചോദിക്കട്ടെ. അപ്പോൾ ഇതെൻ്റെ തറവാടാണ്. ഇവിടെ എൻ്റെ ഭഗവതി ഉണ്ട്, ചെമ്മണി ഭഗവതി. അപ്പോൾ അമ്മയോടും കൂടെ ഒന്ന് അനുവാദം ചോദിക്കണം. പിന്നെ എൻ്റെ അമ്മാമ്മനുണ്ട്, അമ്മാമ്മൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം നമുക്ക് ഈ യാത്ര പോവാൻ. അപ്പോൾ അമ്മയോട് ആദ്യം നമുക്ക് അനുവാദം ചോദിക്കാം. അപ്പോൾ ഇതെൻ്റെ അമ്മാവനാണ്. അപ്പോൾ ഞാൻ അമ്മാവൻ്റെ അടുത്തും കൂടെ പറഞ്ഞ് അനുവാദം വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അപ്പോൾ നമ്മൾ യാത്ര പോകണമെന്ന് പറഞ്ഞു. ഞാൻ എന്തിലാണ് പോണത്, നമ്മളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പോകുന്നത് നമ്മുടെ ടിഗോറിലാണ്, നമ്മുടെ കാറിലാണ് പോകുന്നത്. അത്യാവശ്യമുള്ള സ്പേസൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ അത് സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ലോറിയിലാണോ പോകണതെന്ന്. നിങ്ങൾ തന്നെ ചിലപ്പോൾ എന്നോട് ചോദിച്ചു എന്ന് വരും. നമ്മുടെ കാറൊക്കെ സർവീസൊക്കെ കഴിഞ്ഞു ഓക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയൊക്കെ നമുക്കറിയില്ല എന്തൊക്കെയാണ്. ഇപ്പോൾ എല്ലാം പക്കയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. നമ്മളവിടെയൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മളുടെ സീറ്റ് ഇവിടെ വരുന്നത് ഞങ്ങൾ രണ്ടുപേരാണ് ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഗ്യാപ്പൊക്കെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടി വരും സാധനങ്ങൾ വെച്ചിട്ട്. ഒരുപാട് സാധനങ്ങളുണ്ട് വെക്കാൻ. ഇപ്പോൾ ഏകദേശം കുറച്ച് വെച്ചതുണ്ട്, അതൊന്ന് കാണിക്കാം.
അപ്പോൾ നമ്മൾ ബാക്കി സാധനങ്ങൾ വെക്കാനുള്ളത് നമ്മുടെ ഡിക്കിയിൽ കുറച്ച് വെച്ച് ഏകദേശം നോക്കിയിട്ടുണ്ട്. വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത് പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അരി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സിലിണ്ടർ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സർഫ് കാര്യങ്ങൾ, പിന്നെ അതിൽ നമ്മൾ പിന്നീട് എടുക്കേണ്ട സാധനങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് കുക്ക് ചെയ്യണ സാധനങ്ങൾ ബാക്കിൽ വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഡ്രസ്സേ വെച്ചിട്ടുള്ളൂ. ഇനിയും ഇതുപോലെ വെക്കാണ്ട്. ഇത് നമ്മൾ ഈ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ബീറോ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാനുള്ളതാണ്. അല്ലാതെ ബാഗ് മറ്റതൊക്കെ എടുത്ത് പെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ എടുത്തിരിക്കുന്നത്. ഈ തുണിയൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പാകത്തിനുള്ള സാധനങ്ങളാണ്. ഇനി ഇതാ ഇവിടെ ഇങ്ങോട്ട് നോക്കൂ നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇത്രയും സാധനങ്ങൾ കയറ്റാനുണ്ട്. ഇത് നമ്മുടെ മെഡിക്കൽ കിറ്റാണ്. അത്യാവശ്യം പാത്രങ്ങളുണ്ട്. ഇതേപോലെ ഇനി ഇത് അച്ചുവിൻ്റെ ബാഗുണ്ട്, അമ്മയുടെ ബാഗ് ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്നാക്സോ കാര്യങ്ങളോ ലോഡ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ വെക്കണം വിചാരിച്ചിട്ടാണ്. ചായ കാപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പോകുന്ന വഴി കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് വഴിയിൽ വെച്ചായാലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചായ കാപ്പി അതിൻ്റെ പൊടികൾ ഐറ്റങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അവിടെ ബാഗ് ചാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേശ്ശെ പീസ് ഇവിടെ വെച്ചിരിക്കുകയാണ്, നമുക്ക് ഇടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അത്രയും വേണ്ടല്ലോ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഗ്യാസിൻ്റെ ഒരു സിലിണ്ടറും കൂടി ഉണ്ട്. ഇത് ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ബക്കറ്റിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്തേക്ക് കയറ്റേണ്ടത്. ഇതെങ്ങനെ കയറ്റാം എന്നുള്ളതാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കയറ്റണം, അത്രേ എനിക്കറിയൂ. ഇത് ബാക്കി അവരുടെ ടാസ്ക്കാണ്.